നമസ്കാരം. വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായ റൂഫിംഗ് രീതികളും പരിചയപ്പെടുത്തുന്ന കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിംഗിൻ്റെ റൂഫ് ടോക്ക് എന്ന സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സീരീസിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എലവന്തിട്ട പുല്ലാമലയിലുള്ള വേണു സാറിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടിൽ പ്രത്യേകം പറയാനുണ്ടെങ്കിൽ വ്യത്യസ്തമായ ഒട്ടനവധി വർക്കുകളാണ് ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ കാർ പോർച്ച്, ഈ വീടിൻ്റെ കാർ പോർച്ച്, അതുപോലെ ഇതിൻ്റെ ബൗണ്ടറി വാള്, ഇതിലുപയോഗിച്ചിട്ട് ഗേറ്റ്, ഗ്രിൽ വർക്കുകൾ, പോളി കാർബൺ വർക്കുകൾ, ഇങ്ങനെ ഒട്ടനവധി വർക്കുകളാണ് ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടാൻ അല്ലെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറുമായിട്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓരോന്നായും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകം പരിചയപ്പെടാം. ഈ വീടിൻ്റെ ഗേറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ ട്യൂബുകളും അതുപോലെ തന്നെ GI CNC ഷീറ്റിലുമാണ് ഈ ഒരു ഗേറ്റ് തീർത്തിരിക്കുന്നത്. ഇത് 3x1 സ്ക്വയർ ട്യൂബ്, JSWൻ്റെ 3x1 സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്ത്, അതുപോലെ CNC 16 ഗേജ് അല്ലെങ്കിൽ 1.8 mm തിക്നെസ്സിൽ വരുന്ന CNC കട്ടിങ് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഗേറ്റിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഇത് നമുക്ക് ഏത് സൈസിലോ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടും. ഒരു ദിവസത്തിനകത്ത് തന്നെ നമുക്ക് ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ഏത് ഡിസൈൻ, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസ് വേണമെങ്കിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഇതുപോലുള്ള GP ട്യൂബുകളുടെ സപ്പോർട്ടോടുകൂടി അതിൽ ഫ്രെയിം ചെയ്ത് തീർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റ് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് വണ്ടികളെല്ലാം നടന്നു വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാതിൽ കൊടുത്ത് നമുക്ക് നടന്നു പോകുന്നൊരു ഭാഗത്തിന് ഉള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തുറക്കാത്ത രീതിയിൽ ഇട്ടിട്ടുണ്ട്. അല്ല, വണ്ടികൾക്ക് പോകാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് ഉള്ള ഹിഞ്ചസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിൽ പറയുന്നത് ഇതിൻ്റെ ബൗണ്ടറി വാളാണ്. ഇതിൽ ഈ വീടിൻ്റെ ചുറ്റു വർക്ക് ബൗണ്ടറി വാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെയുള്ള 3D മെഷുകളാണ്. എങ്ങും തന്നെ മതിൽ കെട്ടി ഫുള്ളി മറച്ചിട്ടുള്ള ഒരു ബൗണ്ടറി വാൾ എങ്ങും തന്നെ കംപ്ലീറ്റ് ചുറ്റുമതിലും വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള 3D മെഷാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 1.5x1 സ്ക്വയർ ട്യൂബിൽ 2x2 സ്ക്വയർ ട്യൂബിൻ്റെ സപ്പോർട്ടിൽ 1.5 8x4 ഹൈറ്റ്, 8 അടി നീളം 4 അടി ഹൈറ്റിൽ ഉള്ള 4 mm തിക്നെസ്സിലുള്ള 8x2 ഇഞ്ച് ഗ്യാപ്പിൽ വരുന്നുള്ള 3D മെഷ്, 4 mm തിക്നെസ്സിലുള്ള 3D മെഷിലാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ബൗണ്ടറി വാളും തീർത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ പെയിൻറ്റിങ്, അതിൻ്റെ ഓരോ സെക്ഷനായിട്ട് സെപ്പറേറ്റ് പെയിൻറ്റ് ചെയ്ത് വളരെ ഭംഗിയായി ഇതിൻ്റെ ഒരു ബൗണ്ടറി വാൾ തീർത്തിരിക്കുകയാണ്. അതിൽ സ്റ്റീൽ ബോള്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്റ്റീൽ ബോള് ഉപയോഗിച്ച് അതിനെ കുറച്ചും കൂടി മനോഹരമായി ഈ ഒരു ബൗണ്ടറി വാൾ തീർത്തിട്ടുണ്ട്. ഈ വീട് ശരിക്കും നിൽക്കുന്നത് റോഡ് ലെവലിൽ നിന്ന് നല്ല ഹൈറ്റ് താഴ്ചയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ലാൻഡ്സ്കേപ്പ്, ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വെള്ളങ്ങളെല്ലാം ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരും. ആ വരുന്നതിന് കൃത്യമായിട്ട് MS-ൻ്റെ ആംഗുലർ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ച് ഇതിനൊരു ഡ്രെയിനേജ് സംവിധാനം ഇവിടെ ഫ്രണ്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇവിടുന്ന് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരാത്ത രീതിയിൽ ഇതിന് കൃത്യമായിട്ടൊരു ഡ്രെയിനേജ് സംവിധാനം, അത് MS-ൻ്റെ ആംഗുലറും MS-ൻ്റെ പൈപ്പും, MS-ൻ്റെ സോളിഡായിട്ടുള്ള MS റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ട്, എന്നാൽ വീടിൻ്റെ എലിവേഷന് യാതൊരു അഭംഗിയുമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഇതിൻ്റെ ഒരു ഡ്രെയിനേജ് സംവിധാനവും ഈ വീട്ടിന് ചെയ്തിട്ടുണ്ട്. വീടുകളുടെ ഭംഗി കൂട്ടുന്നതിന് വളരെ നിർണായകമായ ഒരു പങ്കാണ് ഇപ്പോൾ കാർ പോർച്ചുകൾ വഹിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഒരു കാർ പോർച്ചാണ് എൻ്റെ ഈ പുറയിൽ കാണുന്നത്. ഈ കാർ പോർച്ച് എന്ന് പറയുമ്പോൾ ഒരു ഗ്യാരേജ് ടൈപ്പ് കാർ പോർച്ചാണ്. ഗ്യാരേജ് ടൈപ്പ് എന്ന് പറയുമ്പോൾ 3 സൈഡ് കവർ ചെയ്ത് 1, 2, 3 വണ്ടികൾക്ക് പാരലായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നാൽ ഡ്രസ് വർക്കുകളോ അല്ലെങ്കിൽ ഷീറ്റോ ഇതൊന്നും തന്നെ പുറമേ നിന്ന് വിസിബിൾ ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുള്ള കാർ പോർച്ചുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാർക്കറ്റിലുള്ളത്. ഇവിടെ ഈ കാർ പോർച്ചിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇത് സ്ക്വയർ ട്യൂബ് 4x4 സ്ക്വയർ ട്യൂബ് GP JSW സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച്
വി പ്ലാങ്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വി പ്ലാങ്ക് 6 ഇഞ്ച് വീതിയുള്ള വി പ്ലാങ്കിന് പെയിൻറ് ചെയ്ത്, അതിന് ഇപ്പോൾ വൈറ്റ് ഗ്രേ 2 കളർ മൾട്ടി കളർ പെയിൻറ് ചെയ്ത് 3 സൈഡും അതേ രീതിയിൽ തന്നെ വി പ്ലാങ്ക് ഉപയോഗിച്ച് കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷീറ്റുകൾ, ഓപ്പൺ ഷീറ്റുകൾ കാണാത്ത രീതിയിൽ ക്ലാഡിങ് ഷീറ്റുകൾ, ഇപ്പോൾ മാർക്കറ്റിൽ ഇതുപോലെ സൈഡ് ബോർഡ് വർക്കുകൾക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ക്ലാഡിങ് ഷീറ്റുകൾ വളരെ ഭംഗിയായിട്ട് 4 ചുറ്റും കവർ ചെയ്ത് ഇതിൻ്റെ ഷീറ്റിൻ്റെ ഒരു അഭംഗി കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനുപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു GP സ്ട്രക്ചറിലാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന സിമെൻറ്റ് അല്ലെ കട്ടയിട്ടോ അല്ലെങ്കിൽ ഗില്ലിടോ അങ്ങനെയുള്ളതെല്ലാം മാറ്റി വളരെ ഓപ്പണായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഷീറ്റിട്ട് സ്ട്രക്ചർ വർക്കുകൾ 4x2 1x1 സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഭംഗിയായിട്ടും അതുപോലെ തന്നെ വളരെ സ്ട്രെങ്തായിട്ടും തന്നെ ഈ ഒരു കാർ പോർച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു 2 വണ്ടികൾ വളരെ സ്പേഷ്യസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് ചെയ്യാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് താഴെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് ഈ 3 ചുറ്റും അടിച്ചിരിക്കുന്നത് ഈ പറയുന്ന വി പ്ലാങ്ക് ആണ്. ഇതിൻ്റെ വി പ്ലാങ്കിൻ്റെ സൈസ് വരുന്നതെന്ന് പറയുന്നത് 6 ഇഞ്ച് വീതി 10 അടി അല്ലെങ്കിൽ 8 അടി ഈ ലെന്തിലാണ് ഇതിൻ്റെ വരുന്നത്, 6 mm തിക്നെസ്സിൽ. അതാണ് ഈ കംപ്ലീറ്റ് സ്ക്വയർ ട്യൂബിൻ്റെ സപ്പോർട്ടിൽ ഈ വി പ്ലാങ്ക് അടിച്ചാണ് ഈ കാർ പോർച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിനുള്ളിലേക്ക് ധാരാളം കാറ്റും വെളിച്ചവും ലഭിക്കുന്നതിന് ഭാഗമായിട്ട് ഒരു വശത്ത് ചെയ്തിരിക്കുന്ന ഒരു ഗ്രിൽ വർക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് അതിനെ എന്നാൽ സേഫ്റ്റിയെ മുൻനിർത്തി ചെയ്തിരിക്കുന്ന സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണിത്. ഈ ഗ്രിൽ വർക്ക് പറയാന്നുണ്ടെങ്കിൽ അരക്കര സ്ക്വയർ ട്യൂബ് 2 സ്ക്വയർ ട്യൂബ് ഈ 2 സെക്ഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഗ്രിൽ വർക്കാണ്. അരക്കര സ്ക്വയർ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിൽ GP സെക്ഷനിൽ ലഭിക്കാവുന്ന ഏറ്റവും ചെറിയ സൈസിൽ അരക്കര തൊട്ടിട്ടാണ് GP സെക്ഷൻ ട്യൂബുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അരക്കര ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ 2 സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു ഗ്രിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ട്യൂബുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഇതിൽ കാണാൻ തന്നെ സാധിക്കും. JSW കലിംഗ ഇസഡ് എന്ന ബ്രാൻഡ് കമ്പനിയുടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ നിന്നും വെട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് അതിൽ പോളികാർബൺ ഇന്ന് മാർക്കറ്റിൽ ഇതുപോലുള്ള വെട്ടം ലഭിക്കുന്നതിന് ഗ്ലാസിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആ പോളികാർബൺ 2 mm 3 mm ഈ ഇങ്ങനെ 2 തിക്നെസ്സിൽ 4 mm 5 mm എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ. എന്നാൽ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് 2 mm 3 mm ആണ്. അതിൽ 3 mm പോളികാർബൺ ഗ്രേ ക്രിസ്റ്റൽ ടൈപ്പ്, അതിൽ സോളിഡ് ഉണ്ട്, ക്രിസ്റ്റൽ ഉണ്ട്. അതിൽ ഗ്രേ ക്രിസ്റ്റൽ നമ്മൾ ഈ കാണുന്നതിൻ്റെ തൊട്ട് തന്നെ ഈ ഒരു ഡിസൈൻ വർക്കുകൾ ലഭിക്കുന്നതിന് ഭാഗമായിട്ടുള്ളതാണ് ക്രിസ്റ്റൽ പോളികാർബൺ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കണ്ട വ്യത്യസ്തമായ പല വർക്കുകളുടെയും ഈ വർക്ക് ചെയ്ത ഫാബ്രിക്കേറ്റർ ഇവിടെ ഉണ്ട്. നമുക്ക് ആ ഫാബ്രിക്കേറ്റർ ഒന്ന് പരിചയപ്പെടാം. ഫാബ്രിക്കേറ്റർ പേര് റെജി എന്നാണ്. റെജി ഇവിടെ വന്നിട്ടുണ്ട്. റെജി നമസ്കാരം. നമസ്കാരം. റെജി വർക്ക്ഷോപ്പിന്റെ പേര്? SR എഞ്ചിനീയറിംഗിൽ വന്നിട്ട്. എത്ര വർഷം ഈ ഒരു ഫീൽഡിലേക്ക് വന്നു? ഞാൻ ഈ ഫീൽഡിൽ എൻ്റെ 17ാമത്തെ വയസ്സിൽ ഫീൽഡിൽ ഇറങ്ങിയാണ്. ഇപ്പോൾ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 14 വർഷത്തോളം. റെജിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റെജി കഴിഞ്ഞ നമ്മുടെ കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിങ്സിന്റെ തുടക്കകാലം മുതലുള്ള ഒരു റെഗുലർ ഫാബ്രിക്കേറ്ററാണ്. വർഷങ്ങളായിട്ട് 7-8 വർഷമായിട്ട് കോട്ടക്കലായിട്ടുള്ള നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാബ്രിക്കേറ്ററാണ്. അതിന് പ്രത്യേകമായ ഒരു അഭിനന്ദനങ്ങൾ സമയത്ത് പറയുന്നു. ഓക്കെ റെജി, എന്താണ് ഈ ഒരു വർക്കിന്റെ ഈ ഒരു കാർ പോർച്ചിലേക്ക് ഉണ്ടാകുന്ന റീസൺ എന്താണ്? കാർപ്പറേഷൻ ഇവിടെ ആദ്യം നമ്മൾ വർക്ക് ചെയ്യാൻ വരുന്നത് ഞാൻ അതിൻ്റെ ഹാൻഡ് റെയിൽ വർക്കുകളാണ്. ഹാൻഡ് റെയിൽ വർക്കുകൾ ചെയ്യാൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് വീടിൻ്റെ പണി കഴിയുമ്പോൾ ഒരു കാർ പോർച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാർ പോർച്ചിനെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ഗാരേജ് ടൈപ്പ് കാർ പോർച്ച് ചെയ്യണം, അതിനുള്ള മെറ്റീരിയൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതുപോലെ കോട്ടയ്ക്കൽ നമ്മുടെ കടയുണ്ട്, അവിടെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കടയിൽ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത്ര നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ബി ഫ്ലാങ്ക് എന്ന് പറയുന്ന മെറ്റീരിയലാണ് അടിച്ചേക്കുന്നത്. പിന്നെ 4x2 സ്ക്വയർ ട്യൂബ് സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കുന്ന 4x4 ഹെവി പില്ലർ എല്ലാം ഫ്രണ്ടും എല്ലാം 4x4. പിന്നെ അന്നേരം പറഞ്ഞൊരു 2 മുറിയായിട്ട് വേണമെന്ന് പറഞ്ഞു. ഒരു സ്റ്റോറേജ് സ്പേസ്, ഒന്ന് അവരുടെ കാറിന്റെ അക്സസറീസ് വെക്കാൻ വേണ്ടി, പിന്നെ ഒരെണ്ണം അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. മേളിൽ അടിച്ച അലൂമിനിയം ഷീറ്റ് ആണ്. അപ്പൊ അതിന്റെ ഇച്ചിരി കോസ്റ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട് അലൂമിനിയം ഷീറ്റ് ആയതുകൊണ്ട്. സ്ട്രോങ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉള്ള ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒറാലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഓക്കെ. ഇതിന്റെ ലെന്ത് എത്രയാണ് വരുന്നത് ഈ ഒരു പോർച്ചിന്റെ? കാരണം ഈ ഒരു സപ്പോർട്ട് അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അഡീഷൻ ചെയ്തേക്കുന്നതാണ്. നമ്മുടെ മൊത്തം 24 അടി. ഇത് 24 അടി ആയിട്ടാണ് സൈഡ് ഒരു ക്രോസ് ബീം കൊടുത്തേക്കുന്നത്. സപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. അതില് ഈ പ്ലാങ്കിന്റെ വർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു വർക്കിന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാനിപ്പോ ഈ ഫ്ലാങ്കിന്റെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6-7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കാർ പോർച്ച് ഇപ്പൊ ആദ്യമായിട്ട് രണ്ടാമത്തെ കാർ പോർച്ചായി ചെയ്യുന്നത്. കസ്റ്റമർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. കാരണം അത് വലിയ റേറ്റ് ഇല്ലാത്ത ഒരു സാധനമാണ് ഈ വി ഫ്ലാങ്ക് എന്ന് പറയുന്നത്. മറ്റേതിനൊക്കെ അപേക്ഷിച്ച് ഇച്ചിരി റേറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വണ്ടിക്ക് സുഖമായി ഇടാവുന്ന രീതി. 2 വണ്ടിയും അത്യാവശ്യം 2 സ്കൂട്ടറും വെക്കാനുള്ള സ്ഥലമാണ്. ഈ ഒരു കാർ പോർച്ച് തീർക്കാൻ ഒരു അപ്രോക്സിമേറ്റ് നമുക്ക് 1.25 ലക്ഷം രൂപയോളം 1.5 ലക്ഷം രൂപയോളം കോസ്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു പോർച്ച് തീർക്കാൻ, ഈ കംപ്ലീറ്റ് സാധനം. ഓക്കെ. ഈ ഒരു എന്താണ് ഈ ഒരു ഗ്രിൽ വർക്ക്? ഞാൻ ഇങ്ങനെ ഒരു ബൗണ്ടറി വാളുകൾ സാധനം ചിലവർ കുറച്ച് ഏരിയയിൽ കണ്ടിട്ടുണ്ട്. കംപ്ലീറ്റ് വീടിന്റെ ചുറ്റും ഇങ്ങനെ ഒരു ഗ്രിൽ വർക്കിലേക്ക് വരാനുള്ള കാര്യം. അതിപ്പോ ഇവിടെ പിന്നെ അവരുടെ വീട് താഴെ നിൽക്കുന്നു. മറ്റേ അതുകൊണ്ട് അവർക്ക് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് വീട് കാണത്തില്ല, വീട് കംപ്ലീറ്റ് മറഞ്ഞു പോകും. അതുകൊണ്ടപ്പം പറഞ്ഞു നമുക്ക് ചെയിൻ ലിങ്കിനെ പറ്റി ആലോചിച്ചു. അപ്പം എന്നാൽ ഞാൻ പറഞ്ഞത് ഒരു പുതിയൊരു മെറ്റീരിയൽ ഇറങ്ങിയിട്ടുണ്ട്, 3D നെറ്റ് എന്ന് പറയുന്ന സംഭവം. അതിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും പിന്നെ കടയിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അത് നമ്മളതിൻ്റെ ഫ്രെയിം വർക്ക് എല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ പെയിന്റിങ് കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനുള്ള ചോയ്സിനുള്ള പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വീടിന്റെ എലിവേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രെയിനേജിന്റെ വെള്ളം പോകാനുള്ള സംഭവം, അത് ഈ MS റൗണ്ട് എത്ര ഇഞ്ചിന്റെ ഉപയോഗിച്ചിരിക്കുന്നത്? അത് നമ്മൾ 1.5 ഇഞ്ചിന്റെ ആംഗിള്, 1.5 ഇഞ്ച്, 3/4 ഇഞ്ചിന്റെ GA പൈപ്പ്, 3/4 ഇഞ്ചിന്റെ GA പൈപ്പാണ് ഉപയോഗിച്ചത്. അതിന് അത്യാവശ്യം സപ്പോർട്ട് കൊടുത്ത് അത് ചെയ്ത് നല്ല സ്ട്രോങ് ആണ്. ഹെവി വണ്ടി കയറിയാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഈ ഒരു ഡ്രെയിനേജ് സംവിധാനം ഇവിടെ വളരെ അനുബന്ധമാണ്. ഇത് മസ്റ്റായിട്ട് ഇവിടെ വേണ്ടുന്ന ഒരു സാധനമാണ്. വീട് ഇത്രയും നമ്മൾ ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ശരി. അപ്പോൾ ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫാബ്രിക്കേറ്റർ വർക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ റൂഫിംഗ് വർക്കുകളും വ്യത്യസ്തമായ റൂഫിംഗ് പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് പരിചയപ്പെടുന്നതിനായി കോട്ടക്കൽ സ്റ്റീൽസ് ആൻഡ് റൂഫിങ്ങിന്റെ റൂഫ് ടോക്ക് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതും വരെ റിനോഷ് കോട്ടക്കൽ സൈനിങ് ഓഫ്.